നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാനും റിയൽ എസ്റ്റേറ്റ് വ്യവസായിയുമായിട്ടുള്ള CJ റോയിയുടെ മരണത്തിൽ ഏറെ ദുരൂഹതകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആ മരണത്തിന് പിന്നിലുള്ള ഘടകങ്ങൾ അതുതന്നെയാണെന്ന് ചർച്ചയായിരിക്കുന്നത്. ഏറെ നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. ഇത്രയും നാൾ അന്വേഷിച്ച, ഇത്രയും ദിവസം തിരക്കിയ സെക്യൂർഡ് ചേംബറിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കടക്കാനായി കഴിഞ്ഞിരിക്കുന്നു. അജ്ഞാതമായിരിക്കുന്ന ആത്മഹത്യാ കാരണം, മരിക്കും മുൻപ് റോയ് ചെയ്തിട്ടുള്ള ആ പ്രധാനപ്പെട്ട നീക്കങ്ങൾ, ഇതൊക്കെ തന്നെ സെക്യൂർഡ് ചേംബറിൽ അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായ കോളുകൾ വിളിച്ചതുകൊണ്ട് തന്നെ DVR അനുസരിച്ച് ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന് ബുദ്ധിമുട്ടുണ്ടായി. റോയ് സൂക്ഷിച്ചിരിക്കുന്ന രേഖകളിലേക്ക് എത്താനും അന്വേഷണ സംഘത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ രഹസ്യ അറയിൽ ഫേസ് റെക്കഗ്നീഷൻ അടക്കമുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതുകൊണ്ട് റോയ്ക്കല്ലാതെ മറ്റാർക്കും അതിലേക്ക് കടന്നു ചെല്ലാനായി കഴിയില്ല. ആ റോയ് ഒളിപ്പിച്ചിരുന്ന നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ അന്വേഷണ സംഘം നിലവിൽ മനസ്സിലാക്കുകയാണ്. ഇതോടൊപ്പം ചർച്ചയായിരിക്കുന്ന ഒരു നടിയുടെ വാക്കുകളും. നിർണായക വഴിത്തിരിവ് തേടി തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ യാത്ര. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഫോൺ രേഖകളും. കാര്യമായ സൂചനകളൊന്നും തന്നെ സാധാരണഗതിയിലുള്ള ഫോൺ കോളുകളിൽ കിട്ടിയിട്ടില്ല. റോയിയുടെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട നെറ്റ് കോളിംഗ് കണ്ടെത്തി അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. ഓഫീസിൽ നിന്നും ചില രഹസ്യ കുറിപ്പുകളും കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള അന്വേഷണവും മറുഭാഗത്ത് നടത്തുന്നുണ്ട്. എന്നാൽ നെറ്റ് കോൾ, വെബ് കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അന്വേഷണ സംഘത്തെ നിരാശപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അതിൻ്റെ അന്വേഷണ ഫലം. റോയ് നേരിട്ടുള്ള കോളുകൾ വളരെ വിരളമായി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏറെ പ്രൈവസി ആഗ്രഹിക്കുന്ന റോയ് ആകട്ടെ നെറ്റ് കോളുകളെ ആശ്രയിച്ച് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഡീലിങ്സുകളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വെബ് അധിഷ്ഠിത കോളിങ്ങിനെ ആയിരുന്നു, അതിൻ്റെ പ്ലാറ്റ്ഫോമുകളെ, ആപ്പുകളെ ഒക്കെ തന്നെയായിരുന്നു റോയ് ആശ്രയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഫോൺ കോളുകൾ അന്വേഷിക്കുന്നത് പോലെ ഇത് അന്വേഷിച്ച് കണ്ടെത്താനായി കഴിയില്ല. DDR വിവരങ്ങളൊക്കെ തന്നെ വിശകലനം ചെയ്തെടുക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. URL നമ്പറുകൾ വഴി റോയിയുടെ ഇൻ്റർനെറ്റ് ആശയവിനിമയത്തിൻ്റെ ആ വലിയൊരു പസിൽ അത് പുറത്തു കൊണ്ടുവരാനാണ് SITയുടെ സാങ്കേതിക വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ സെല്ലിൻ്റെ അടക്കം സഹായം തേടി തന്നെയാണ് ഈ അന്വേഷണം കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് കേസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവെന്ന രീതിയിൽ, നിർണായകമായൊരു കണ്ടെത്തൽ എന്ന രീതിയിൽ റോയിയുടെ രഹസ്യങ്ങൾ, ആരോടും പറയാത്ത, ആരോടും പങ്കുവയ്ക്കാത്ത ആ രഹസ്യങ്ങൾ ഒളിപ്പിച്ച സെക്യൂർഡ് ചേംബറിലേക്ക് എത്തിച്ചേരാനായി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്. റോയിയുടെ മുറിയിൽ തന്നെ, ഓഫീസിലെ തന്നെ പ്രത്യേക മുറിക്കകത്താണ് ഫേഷ്യൽ റെക്കഗ്നീഷൻ സാങ്കേതികവിദ്യ അടക്കം ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയ ഈ മുറി കണ്ടെത്തിയത്. ആ മുറിയിൽ നിന്നും കിട്ടിയ കൈപ്പടയിലുള്ള, സ്വന്തം കൈപ്പടയിൽ എഴുതിയ ചില കുറിപ്പുകളുണ്ട്. കേസിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള ചില വിഷയങ്ങളാണ് അവയെന്നുള്ള ഒരു സൂചന കിട്ടിക്കഴിഞ്ഞു. സ്വന്തം മുറിയിൽ ആരെയും കയറ്റാൻ റോയ് ആഗ്രഹിച്ചിരുന്നില്ല. തനിക്ക് മാത്രമുള്ള ഒരു കേന്ദ്രമെന്ന രീതിയിലായിരുന്നു റോയ് ആ മേഖലയെ കൊണ്ടുപോയത്. തൻ്റെ ചിന്തകൾ, തൻ്റെ പദ്ധതികൾ, പ്ലാനുകൾ, തൻ്റെ ബുദ്ധിമുട്ടുകൾ, ആശങ്കകൾ, ഇതൊക്കെ തന്നെ റോയ്ക്ക് എഴുതി വയ്ക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മോശം വശം ആരും തന്നെ കാണരുത് എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് ആ പേപ്പറുകളോ കുറിപ്പടികളോ ആ മുറിയോ ആർക്കും തന്നെ എത്തിച്ചേരാൻ കഴിയാത്ത രീതിയിൽ, ആക്സസിബിൾ അല്ലാത്ത രീതിയിലായിരുന്നു മാറ്റിയിരുന്നത്. അവിടെ നിന്നും ഒരു കൂട്ടം പേപ്പറുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതിൽ പലവിധ വിവരങ്ങൾ റോയ് കുറിച്ചിരിക്കുന്നു. അതൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുകയാണ് SIT. റോയിയുടെ മരണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ആ വിവരം അത് ഈ കുറിപ്പടികളിൽ കാണുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സൂചന. SIT തലവൻ വംശി കൃഷ്ണയുടെ, DCP ലോകേഷ് ജഗലസഗറുടെയും വിശ്വാസം ഉറപ്പായും ഇതിൽ നിന്നും ചുരുളഴിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റോയിയുടെ മരണത്തിൻ്റെ ഉത്തരം കണ്ടെത്തുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിനിടയിൽ കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്നുള്ള പോലീസ് സംഘം കേരളത്തിലെത്തി പലവിധ വിവരങ്ങൾ തേടും. മരണത്തിന് പിന്നിലെ കാരണം വളരെ ലളിതമായിരിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സൂചന. ഇതുവരെയുള്ള അന്വേഷണത്തിലൂടെയാണ് അത് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണെന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ല. കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം അത് പുറത്തു പറയാമെന്നാണ് SIT പറയുന്നത്. ബംഗളൂരു പോലീസിൻ്റെ അന്വേഷണ മികവിൽ കർണാടക സർക്കാർ പൂർണ്ണ വിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോയിയുടെ കുടുംബവും അതുതന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ കേസ് സോൾവ് ചെയ്തിരിക്കുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അന്തിമ നിഗമനത്തിലേക്ക് SITക്ക് എത്താൻ ഒരാഴ്ച കൂടി വേണമെന്നാണ് പറയുന്നത്. വിഷാദരോഗത്തിനടക്കം റോയ് ചികിത്സ തേടിയിരുന്നു എന്നുള്ള കുറിപ്പടികൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോയ് കൺസൾട്ട് ചെയ്ത
ഫിസിഷ്യൻ്റെ സഹായമടക്കം തേടിയാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റോയിയുടെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക സംഘം തെളിവെടുപ്പിനായി കൊച്ചിയിലെത്തിയാണ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കേരളത്തിലെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഇടപാടുകളായിരിക്കും സംഘം ആദ്യം പരിശോധിക്കുക. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് പിറകെ റോയി ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ വിഷാദ രോഗത്തിന് ചികിത്സ തേടിയെന്നാണ് കുടുംബാംഗങ്ങൾ മൊഴി കൊടുത്തത്. അത് IT-യുടെ റെയ്ഡ് മൂലം മാത്രമല്ല, പകരം തനിക്ക് തന്നെ വേട്ടയാടുന്ന പലവിധ വിഷയങ്ങളുണ്ട്. താൻ ഏറെക്കാലമായി മനസ്സിൽ ഒളിപ്പിച്ച ആ വിഷയങ്ങളെല്ലാം കൂടി ഒന്നിച്ചു പുറത്തേക്ക് വരുമ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലായിരുന്നു അന്ന് വിഷാദ രോഗത്തിന് ചികിത്സ തേടിയത്. ബാങ്ക് വായ്പകളില്ലാതെ എങ്ങനെയാണ് വമ്പൻ പ്രൊജക്റ്റുകൾക്ക് റോയിക്ക് പണം കിട്ടിയത്? SIT സംബന്ധിച്ച് കുഴപ്പിക്കുന്നൊരു വിഷയം തന്നെയായിരുന്നു. അത്രയധികം ധനികനായി എങ്ങനെ റോയി മാറി? അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? ലാഭം അടുത്താണ് വിദേശ രാജ്യങ്ങളിൽ റോയി കച്ചവടം നടത്തുന്നത്, ബിസിനസ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴത്തെ 2019 ശേഷം ഇന്ത്യയുമായി ഏർപ്പെട്ട കരാർ അനുസരിച്ചുകൊണ്ട് റോയിയുടെ ഇവിടുത്തെ സാമ്പത്തിക സ്രോതസ്സും വരുമാനവും ലാഭവും ഒക്കെ തന്നെ പരിശോധിക്കാനുള്ള ആക്സസിബിലിറ്റി അവർക്കുണ്ട്. അത്തരത്തിൽ പരിശോധന നടത്തിയപ്പോൾ റോയി ഭയപ്പെടുന്ന എന്തൊക്കെയോ ചില വിവരങ്ങളുണ്ടായിരുന്നു. ഒരു പക്ഷേ IT റെയ്ഡിനെയും ഭയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പല പ്രൊജക്റ്റുകളിലും നിക്ഷേപം നടത്തിയവർ പണം തിരികെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലൂടെയൊക്കെ കടുത്ത സമ്മർദ്ദം റോയി നേരിട്ടിരുന്നു. റോയിയുടെ ഓഫീസിലെ രഹസ്യമുറിയിൽ നിന്ന് കിട്ടിയ കുറിപ്പുകളും മരണത്തിന് തൊട്ട് മുൻപ് നടത്തിയ ആ പ്രധാനപ്പെട്ട 3 കോളുകൾ, ഈ കോളുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം റോയിയുടെ മരണങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് നടി മായ മേനോൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമായൊരു വിഷയമാണ്. ഇരുവരുടെയും ജീവിത സാഹചര്യങ്ങളും അതുപോലെ മരണകാരണങ്ങളും തികച്ചും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അതായത് പ്രവാസി വ്യവസായി സാജൻ പാറയിലിൻ്റെയും അന്തരിച്ച വ്യവസായിയായ CJ റോയിയുടെയും മരണങ്ങളെ തമ്മിലാണ് നിരവധി ആളുകൾ താരതമ്യം ചെയ്തതായി നടി വ്യക്തമാക്കുന്നത്. CJ റോയിയുടെ മരണത്തിലെ ദുരൂഹതകൾ ആദ്യം പുറത്തു വരട്ടെ. പുറത്തു വരും മുൻപ് സാജനെ പോലൊരു പാവം മനുഷ്യനുമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുതെന്നാണ് നടി പറയുന്നത്. തൻ്റെ കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ സർക്കാർ അനാസ്ഥ മൂലം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ നിക്കക്കള്ളിയില്ലാതെ ജീവനൊടുക്കിയ വ്യക്തിയായിരുന്നു സാജൻ. സർക്കാർ ക്രൂരതയുടെ ഇരയാണ് സാജൻ എന്നാണ് നടി പറയുന്നത്. പക്ഷേ CJ റോയി ആകട്ടെ അങ്ങനെയല്ല. CJ റോയിയുടെ മരണത്തിൽ അനവധി ദുരൂഹതകൾ ഇനിയും ചുരുളഴിയാനുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാകും. മാസങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം ആത്മഹത്യയ്ക്ക് തയ്യാറെടുത്തിരുന്നു. അതിന് തെളിവായി ഡയറി കുറിപ്പുകൾ അടക്കം കിട്ടിയിട്ടുണ്ട്. മരണത്തിന് തൊട്ടു മുൻപ് നടത്തിയ ആ പ്രധാനപ്പെട്ട 3 കോളുകൾ ഈ സംശയം ബലപ്പെടുത്തുന്നുവെന്നാണ് മായ മേനോനും പറയുന്നത്. മരണം വരെ തന്നെ കൊണ്ട് കഴിയും വിധത്തിൽ പണമൊക്കെ തന്നെ എറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെയും സർക്കാരിനെയും ഒക്കെ സ്വാധീനിച്ച അത്രയധികം കെൽപ്പും കപ്പാസിറ്റിയുമുള്ള ഒരു വ്യക്തിയായിരുന്നു റോയി. അങ്ങനെയുള്ളപ്പോൾ റോയിയെ എങ്ങനെയാണ് സർക്കാർ വേട്ടയാടുന്നത്? പക്ഷേ സാജനെ സംബന്ധിച്ച് ആരെയും ചതിക്കാത്ത നേരായ വഴിക്ക് നടന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും സാജനുമായി താരതമ്യപ്പെടുത്തരുതെന്നാണ് നടി ഓർമ്മിപ്പിച്ചത്. തികച്ചും വ്യത്യസ്തമായ 2 സംഭവങ്ങൾ. സാജന് കേരള സർക്കാരിൻ്റെ ക്രൂരത കൊണ്ട് തന്നെയായിരുന്നു അന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. പക്ഷേ റോയി മാസങ്ങൾക്ക് മുന്നേ തന്നെ ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പെന്ന് കുടുംബം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അത് വെളിവാക്കുന്നതാണ്, വ്യക്തമാക്കുന്നതാണ്. സാജനാകട്ടെ കേരള സർക്കാരിൻ്റെ അലംഭാവത്തിൻ്റെ ഇരയാണ്. എന്നാൽ റോയി മരിച്ചതിന് പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ ഇനിയും പുറത്തു വരാനുണ്ട്. റോയിയെ കേരള സർക്കാരോ കർണാടക സർക്കാരോ കേന്ദ്ര സർക്കാരോ ഒന്നും തന്നെ വേട്ടയാടിയിട്ടില്ല. അദ്ദേഹം അവസാനം സ്വയം വെടിവെച്ച് മരിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്തിട്ടുള്ള ആ പ്രധാനപ്പെട്ട 3 കോളുകൾ, ആ 3 കോളുകൾ തന്നെയാണ് എന്തായിരുന്നു സംസാരിച്ചത്, ആരെയായിരുന്നു വിളിച്ചിരുന്നത് എന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. റോയിയുടെ രഹസ്യങ്ങൾ മുഴുവൻ പുറത്തു വരും മുൻപ് മറ്റൊരു വ്യക്തിയെ പോലെ, അതും പാവം സാജനെ പോലെ ഒരാളുടെ ആത്മഹത്യയുമായി ഈ മരണത്തെ താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ടും ശരിയല്ലെന്നാണ് പറയുന്നത്. സാജൻ ആരെയും തൻ്റെ ബിസിനസ് കാര്യത്തിൽ ചതിച്ചിട്ടില്ല. സ്വന്തമായി കഷ്ടപ്പെട്ട് കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ പണം മുഴുവൻ സർക്കാരിൻ്റെ അലംഭാവം കൊണ്ട് ഉപയോഗിക്കാൻ പോലും കഴിയാതെ ആയിപ്പോയി. മറ്റു മാർഗമില്ലാതെ നിക്കക്കള്ളിയില്ലാതെയാണ് ആ സാധു മനുഷ്യൻ സ്വയം ജീവൻ ഒടുക്കിയത്. പക്ഷേ റോയി മരണം വരെ കാശെറിഞ്ഞ് കളിച്ച ഒരു മനുഷ്യനായിരുന്നു. അജഗജാന്തരമാണ് ഇവരുടെ ജീവിതങ്ങളെന്ന് കൂടി പറയുന്നു. അതുകൊണ്ട് പാവം സാജൻ എന്ന നേരായ മനുഷ്യനെ വെറുതെ വിടൂ നിങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് നമുക്കാവുന്ന രീതിയിൽ ഒരു നീതി കൊടുക്കാം എന്നാണ് മായ മേനോന്റെ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.